നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. പൊങ്കാല പുണ്യം. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് കൂടുതൽ ബസ് സൌകര്യമൊരുക്കി KSRTC. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താൽക്കാലിക ഓഫീസും KSRTC ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ചു. പൊങ്കാലയ്ക്ക് 2 ദിവസം മുൻപ് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് നേരിട്ട് ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തും. ദിവസവും പുലർച്ചെ 5 മണി മുതൽ കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂരിൽ നിന്നും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ചെയിൻ സർവീസുകൾ ആരംഭിക്കും. അർദ്ധരാത്രി 1 മണിവരെയാണ് സർവീസ് ഉണ്ടാവുക. 24 ബസ്സുകളാണ് പ്രത്യേക സർവീസിനായി മാത്രം കിഴക്കേക്കോട്ട ഡിപ്പോയിൽ ഉപയോഗിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തെ താൽക്കാലിക ഓഫീസ് 24 മണിക്കൂറും പ്രവർത്തിക്കും. ബസ്സുകളുടെ ക്രമീകരണങ്ങൾക്ക് പുറമെ യാത്രക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് താൽക്കാലിക ഓഫീസ് ആരംഭിച്ചത്. തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ബസ്സുകൾ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. 20ഓളം ബസ്സുകൾ കിഴക്കേക്കോട്ട ആറ്റുകാൽ ക്ഷേത്ര നട വരെ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുവരെ ഏകദേശം ഒരു ദിവസം 200ഓളം ട്രിപ്പുകൾ കിഴക്കേക്കോട്ട ആറ്റുകാൽ ക്ഷേത്രം കിഴക്കേക്കോട്ട അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനുള്ള അവസരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ദീർഘദൂര സർവീസുകൾ പൊങ്കാലയോടനുബന്ധിച്ച് മാത്രമേ ആരംഭിക്കൂ. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. മറ്റു ജില്ലകളിൽ നിന്നെത്തുന്നവർ തമ്പാനൂരിൽ ബസ് ഇറങ്ങിയ ശേഷം ചെയിൻ സർവീസ് ആശ്രയിക്കണം. പ്രത്യേക സർവീസുകൾ അടുത്ത വ്യാഴാഴ്ച വരെ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. കുടിനീര് തേടി കേരളം. വേനൽ തുടങ്ങിയതോടെ മലപ്പുറം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലാണ്. ജലക്ഷാമം നേരിടാൻ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് നഗരസഭ. ജലനിധി പദ്ധതിയുടെ ഭാഗമായി ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊണ്ടോട്ടി നഗരസഭയിലെ ജലക്ഷാമം പരിഹരിക്കാൻ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊതുകിണറുകളും കുളങ്ങളും ശുചീകരിക്കും. ജലക്ഷാമം നേരിടുന്നത് ചർച്ച ചെയ്യാൻ ഈ മാസം 18-ന് നഗരസഭാ കാര്യാലയത്തിൽ സർവകക്ഷി യോഗം ചേരും. ഓരോ വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. നഗരസഭയിലെ 40 വാർഡുകളിലെയും പൊതുകുളങ്ങളും കിണറുകളും കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ ശുചീകരണം നടത്തും. ഈ ജലനിധിയുടെ പ്രവർത്തനം ചെറിയ കുടിവെള്ള പദ്ധതികളൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയിലുള്ള ചെറുകിട ഈ കുളങ്ങളുണ്ട്, അതൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. വാർഡുകളിലെ തകരാറായ ജലനിധിയുടെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പുനഃസ്ഥാപിക്കും. ചീക്കോട് ശുദ്ധജല പദ്ധതിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനും നഗരസഭാ പ്രദേശത്തേക്കുള്ള ജലവിതരണം വേഗത്തിലാക്കാനും തീരുമാനമായി. ന്യൂസ് 18 കൊണ്ടോട്ടി. കായംകുളം നഗരത്തിൽ ട്രാഫിക് ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികൾ. അപകടരഹിത കായംകുളം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കുട്ടികളുടെ വാഹന പരിശോധന. കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റും ട്രാഫിക് പോലീസും ചേർന്നാണ് ബോധവൽക്കരണം നടത്തിയത്. റോഡിൽ തിരക്കേറിയ സമയത്ത് കുട്ടി പോലീസുകാർ വാഹനങ്ങൾ പരിശോധിക്കുന്നത് കണ്ടവർക്ക് ആദ്യം കൗതുകം തോന്നിയെങ്കിലും പിന്നീടാണ് സംഭവം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായത്. ഹെൽമറ്റ് ധരിക്കാത്ത യാത്രക്കാരോട് ഹെൽമറ്റിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തി. 10 യാത്രക്കാർക്ക് സൗജന്യമായി ഹെൽമറ്റുകൾ നൽകി. ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്തവരെ അഭിനന്ദിക്കുകയും ഇവർക്ക് മധുര പലഹാരങ്ങൾ നൽകുകയും ചെയ്തു. ഹെൽമറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ലഡു, അതുപോലെ തന്നെ ബ്രോഷർ, അതിനെ സംബന്ധിച്ചുള്ള ട്രാഫിക് നിയമങ്ങളടങ്ങിയ ബ്രോഷറുകൾ, അതുപോലെ തന്നെ ഹെൽമറ്റ് ധരിക്കാതെ വരുന്ന ആൾക്കാർക്ക് പുതിയ ഹെൽമറ്റ് കൊടുത്ത് അത് എന്നും തലയിൽ ധരിച്ചു പോകുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വരുന്ന 4 വീലറുകൾ അവരെ തടഞ്ഞു നിർത്തി അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, KSRTC ബസ് സ്റ്റാൻഡ്, പാർക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കുട്ടികൾ ബോധവൽക്കരണം നടത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് 18 കായംകുളം. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കൂട്ടുകാരന് സ്കൂൾ അനുഭവങ്ങൾ പകർന്ന് ചെങ്ങാതി കൂട്ടായ്മ. ഇടുക്കി തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളാണ് പട്ടണംകവലിയിലെ അഫ്സൽ അബൂബക്കർ അനസിന്റെ വീട്ടിൽ എത്തിയത്. അനസിന്റെ ലോകത്തിലേക്ക് പെട്ടെന്നാണ് ആട്ടവും പാട്ടുമായി ചങ്ങാതിക്കൂട്ടം എത്തിയത്. വീൽചെയറിലിരുന്ന് ആഹ്ലാദവും ഉത്സാഹവും നിറഞ്ഞ ഒരു സ്കൂൾ അന്തരീക്ഷം തന്നെ ആസ്വദിക്കുകയായിരുന്നു അനസ്.
SSA പദ്ധതിയുടെ ഭാഗമായ ചങ്ങാതിക്കൂട്ടമാണ് അനസിന്റെ വീട്ടിലെത്തിയത്. കൂട്ടുകാരും അധ്യാപകരും നിറഞ്ഞ ഒരു പൂർണ്ണ ക്ലാസ് മുറി. സമപ്രായക്കാർക്കൊപ്പം സമയം ചെലവഴിക്കാനും ഉല്ലസിക്കാനുമുള്ള കുരുന്നു മനസ്സുകളുടെ ആഗ്രഹം സാധിക്കുന്നതിനോടൊപ്പം അവരുടെ മാനസിക വളർച്ച കൂടിയാണ് ചങ്ങാതിക്കൂട്ടത്തിലൂടെ SSA ലക്ഷ്യമിടുന്നത്. തൊടുപുഴ ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ എൻറോൾ ചെയ്യുകയും എന്നാൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് മറ്റ് ക്ലാസ് മുറിയിൽ കിട്ടുന്ന അനുഭവങ്ങൾ ആ കുട്ടികൾക്ക് ലഭ്യമല്ല. തീർച്ചയായിട്ടും ആ കുട്ടികൾ സമപ്രായക്കാരായ കുട്ടികളോട് സംവദിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കാണാനും ഒരു ക്ലാസ് റൂമിൽ എന്താണോ നടക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ലഭ്യമാകാനും ആ കുട്ടികൾക്കും അവകാശമുണ്ട്. അത്തരത്തിലുള്ള അനുഭവം ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതി നടപ്പാക്കുന്നത്. പ്രാഥമികമായി ഏതാനും കുട്ടികളെ മാത്രമാണ് ഇക്കൊല്ലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും വർഷം മുഴുവൻ കുട്ടികളെയും പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരികയാണ് SSAയുടെ ലക്ഷ്യം. SSA DPO TM സുബൈർ, ഹെഡ്മാസ്റ്റർ C രാജൻ, അധ്യാപകരായ KS അബ്ദുൽ ഖാദർ, ബിൻസി മാത്യു, ജിജി KB എന്നിവർക്കൊപ്പമാണ് ചങ്ങാതിക്കൂട്ടം എത്തിയത്. ന്യൂസ് 18 തൊടുപുഴ. ജൈവ പച്ചക്കറിയുടെ വിത്തുമായി വിവാഹം ക്ഷണിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിനി ഫിനു. വിവാഹ ക്ഷണക്കത്തിനൊപ്പമാണ് പച്ചക്കറി വിത്ത് നൽകുന്നത്. മരങ്ങളെ സംരക്ഷിക്കണമെന്ന സന്ദേശവും ക്ഷണക്കത്തിനൊപ്പം ഉണ്ട്. വിവാഹ ക്ഷണക്കത്തിൽ പുതുമ വേണമെന്ന ആശയത്തിനൊടുവിലാണ് കത്തിനൊപ്പം പച്ചക്കറി വിത്ത് നൽകാൻ തീരുമാനിക്കുന്നത്. ക്ഷണക്കത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിച്ചെറിയുന്നവരാണ് പലരും. അതാണ് ഫിനുവിനെ ഏറെ ചിന്തിപ്പിച്ചത്. വലിച്ചെറിയുന്നതും മാറ്റി നിർത്തുന്നതുമായ ക്ഷണക്കത്തിനൊപ്പം പച്ചക്കറി വിത്തുണ്ടെങ്കിൽ അത് പ്രകൃതിക്കും ഏറെ ഉപകാരപ്രദമാകും. എല്ലാവരും കല്യാണം ക്ഷണിക്കുന്നത് കല്യാണക്കത്ത് കൊടുത്തിട്ടാണ്. ഞാൻ കല്യാണം ക്ഷണിക്കുന്നത് വിത്ത് കൊടുത്തിട്ടാണ്. കാരണം കല്യാണക്കത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് എല്ലാവരും അത് വായിച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്, അല്ലെങ്കിൽ അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിക്കും ബെറ്ററായിട്ട് തോന്നുന്നത് ഈ വിത്ത് കൊടുക്കുമ്പോൾ ഒരാളെങ്കിലും അത് കുഴിച്ചിടുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് പ്രകൃതിക്ക്. അതൊരു മരവ് അല്ലെങ്കിൽ ഒരു ഇതായി വരുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഒരു പച്ചക്കറി വിത്താണ്. അതുണ്ടാകുമ്പോൾ നല്ലതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ജൈവകൃഷി അല്ലേ ഏറ്റവും നല്ലത്. ഫിനുവിന്റെ സഹോദരന്റെ മേൽനോട്ടത്തിലാണ് ക്ഷണക്കത്ത് ഡിസൈൻ ചെയ്തത്. സേവ് ട്രീസ് ദേവിൽ സേവി എന്ന സന്ദേശവും ക്ഷണക്കത്തിൽ അടങ്ങിയിട്ടുണ്ട്. തീർത്തും പ്രകൃതി സൗഹൃദമായ രീതിയിലാണ് ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 24 ഫിനുവിന്റെ വിവാഹം. ന്യൂസ് 18 തിരൂർ. കായംകുളത്ത് ആധുനിക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് കായംകുളത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ മാസം 26 ഉദ്ഘാടനം നിശ്ചയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് ഉദ്ഘാടനത്തിന്റെ തീയതി മാറ്റിയത്. ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ നിർവഹിക്കുകയാണ്. 2008 ആണ് നഗരസഭാ കൗൺസിൽ സസ്യ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതിനാവശ്യമായിട്ടുള്ള നടപടി ആരംഭിച്ചത്. 7 കോടി രൂപ വായ്പ എടുത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. 2013 വായ്പ ലഭിച്ചുവെങ്കിലും ആരും നടപടി സ്വീകരിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് 2015 ഈ നഗരഭരണം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ടെൻഡർ നടപടി എടുപ്പിച്ചത്. 2016 മാർച്ച് മാസം 4 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണ്. ഇപ്പം കെട്ടിടം പണി പൂർത്തീകരിച്ചെന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലേല നടപടികൾ ആരംഭിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നതിനെ തുടർന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. 3 നിലകളോടുകൂടിയ പുതിയ കെട്ടിടത്തിൽ 85 മുറികളാണുള്ളത്. ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സസ്യ മാർക്കറ്റിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകും. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയും റോഡ് കയ്യേറിയുള്ള കച്ചവടം ഒഴിപ്പിക്കുകയും ചെയ്യും. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വ്യാപാരികൾ, പോലീസ്, ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥർ എന്നിവരുമായും ചർച്ചകൾ നടത്തുമെന്നും ഇതുവഴിയുണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. കോടികൾ മുടക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതുവരെ തുറക്കാനാകാത്തതിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 2009 നഗരസഭാ കൗൺസിലാണ് പഴയ 2 നില കെട്ടിടം പൊളിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പോലും നടത്താതെ പൊളിച്ചതിനാൽ പുതിയതിന്റെ നിർമ്മാണം തുടങ്ങിയത് തന്നെ 8 വർഷം കഴിഞ്ഞാണ്. ന്യൂസ് 18 കായംകുളം. ഇനി റെയിൽവേ അറിയിപ്പുകൾ.
എറണാകുളം KSR ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് റദ്ദാക്കി. കൊച്ചുവേളി ബനസ്വാടി ഹംസഫർ എക്സ്പ്രസ് റദ്ദാക്കി. വരും ദിവസങ്ങളിലും തീവണ്ടികൾ റദ്ദാക്കുമെന്നും വഴിമാറി ഓടുമെന്നും റെയിൽവേ അറിയിക്കുന്നു. ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം. തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ് അരമണിക്കൂർ വൈകി ഓടുന്നു. ബാംഗ്ലൂർ കൊച്ചുവേളി എക്സ്പ്രസ് അരമണിക്കൂർ വൈകി ഓടുന്നു. മംഗലാപുരം മെയിൽ 40 മിനിറ്റ് വൈകുന്നു. എറണാകുളത്തേക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 40 മിനിറ്റ് വൈകുന്നു. KSEB അറിയിപ്പുകൾ. എറണാകുളം കോതമംഗലം വെങ്ങോല സെക്ഷൻ പരിധിയിൽ വരുന്ന ചൂണ്ടമല, സേവനപുരം, കുറ്റിപ്പാടം, പുള്ളിയാമ്പള്ളി, ഓർണ, ശാലോം, മലയാമ്പുറത്തുപടി, ബദനി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കണ്ണൂർ ചെറുകുന്ന ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ ഇടക്കേപ്പുറം, പൊന്നാച്ചിക്കോവൽ, പറയിൽമുക്ക്, പൊട്ടിബസാർ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ തോട്ടട CPM ഓഫീസ് പരിസരം, തോട്ടട ടൗൺ, ഗോൾഡൻ റോക്ക്, ഹൈസ്കൂൾ റോഡ്, നിഷ റോഡ്, A1 പരിസരം, അമ്മുപ്പറമ്പ്, എടക്കാട് പഞ്ചായത്ത് പരിസരം, കക്കറ വായനശാല, പോളിടെക്നിക് പരിസരം ഭാഗങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. തലശ്ശേരി സൌത്ത് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ മഞ്ഞോടി, ഊട്ടുമഠം, സത്രം, പ്രതീക്ഷ, AC എൻക്ലേവ്, വാവച്ചിമുക്ക് ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ 2 വരെയും, അയോധ്യ, നെട്ടൂർ തെരുവ് ഭാഗങ്ങളിൽ 2 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങും. നാട്ടുവർത്തമാനം തുടരുന്നു. കോഴിക്കോട് ആനക്കാംപോയിൽ കള്ളാടി മേപ്പടി തുരങ്കപാതയ്ക്കുള്ള DPR തയ്യാറാക്കുന്നതിനും നിർമ്മാണത്തിനുമായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവായി. മലബാർ മേഖലയുടെ സമഗ്ര വികസനത്തിന് കാരണമാകുന്ന ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും നിർമ്മാണത്തിനുമുള്ള ഉത്തരവായി. സർക്കാരിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത സ്വർഗംകുന്ന് മുതൽ കള്ളാടിയിൽ വരെ നീളും. വനഭൂമി നഷ്ടപ്പെടുത്താതെ 6.5 കിലോമീറ്ററാണ് മല തുരക്കുക. 6.5 കിലോമീറ്റർ നീളമുള്ള 2 ലൈൻ ട്രാഫിക്കിന് പറ്റുന്ന ടണലും, അപ്രോച്ച് റോഡ് 2 സൈഡിലും, ടണലിലെ 2 സൈഡിലുള്ള റോഡുകളും 2 ലൈൻ ട്രാഫിക് തന്നെ. അതിനുശേഷം നമ്മളെ മുത്തപ്പുംപുഴ, മറിപ്പുഴ ഭാഗത്ത് കുണ്ടന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് 70 മീറ്റർ നീളത്തിലുള്ള 2 ലൈൻ ട്രാഫിക്കിന് ഉപയുക്തമാകുന്ന ഒരു പാലവും ഉൾപ്പെടെയാണ് നിർമ്മിക്കാൻ കൊങ്കൺ റെയിൽവേയെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി ഗവൺമെന്റ് നിശ്ചയിച്ച് ഉത്തരവായിട്ടുള്ളത്. പദ്ധതിയുടെ DPR തയ്യാറാക്കി കിഫ്ബിയിലാണ് സമർപ്പിക്കുന്നത്. സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉൾപ്പെടുത്തി 20 കോടി രൂപ ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ SPV കേരള റോഡ് ഫണ്ട് ബോർഡാണെങ്കിലും തുരങ്കപാത നിർമ്മാണത്തിൽ സാങ്കേതിക പരിജ്ഞാനം പരിഗണിച്ചാണ് KRCL-നെ നിശ്ചയിച്ചത്. ഇതോടെ കേരള സർക്കാർ, കിഫ്ബി, KRCL എന്നിവർ ത്രികക്ഷിയായി ധാരണാപത്രം ഒപ്പിടും. വിശദ പഠനം 6 മാസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 മുക്കം. മലപ്പുറം ഊർങ്ങാട്ടേരി ചീരാൻകുന്നിലെ അനധികൃത കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം. അനുമതിയില്ലാതെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രവർത്തനം നിർത്താൻ തഹസിൽദാർ ഉത്തരവിട്ടത്. ഊർങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് അനുമതിയില്ലാതെ ക്വാറി ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടിയ പഞ്ചായത്താണ് ഊർങ്ങാട്ടേരി. ക്വാറി പ്രവർത്തനം തുടങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലായി. ഇതേ തുടർന്ന് പഞ്ചായത്തിലും റവന്യൂ വിഭാഗത്തിലും അന്വേഷിച്ചപ്പോഴും ക്വാറിയുടെ വിശദാംശങ്ങൾ അറിയാനായില്ല. തുടർന്ന് ഏറനാട് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അനധികൃതമായിട്ട് ക്വാറി പ്രവർത്തിക്കുന്നുള്ള ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥലത്ത് പോയി പരിശോധിച്ചപ്പോൾ ഒരു ക്വാറി തുടങ്ങാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ ആളുകളെല്ലാം തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ വലിയ അവസരം കൂട്ടിയിട്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തി
ആ കക്ഷിക്ക് സ്റ്റോപ്പുമ്മ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അന്വേഷണത്തിൽ യാതൊരുവിധ രേഖകളും ഇല്ലാതെയാണ് ആ പ്രവർത്തനം തുടങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം സ്റ്റോപ്പുമ്മ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അധികൃതരും നാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകരും ഇത്തരം അനധികൃത നിർമ്മാണത്തിലടക്കം മൗനം പാലിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഏറനാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഡാനിയൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റഹ്മത്തുള്ള എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. ന്യൂസ് 18 ഊർങ്ങാട്ടിരി. കണ്ണൂർ കരുവഞ്ചാൽ കോട്ടക്കടവിൽ ഓവുചാൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ലക്ഷങ്ങൾ ചിലവഴിച്ച് ടാറിംഗ് നടത്തിയ റോഡിൽ അശാസ്ത്രീയമായാണ് കരാറുകാരൻ ഓവുചാൽ നിർമ്മിക്കുന്നതെന്നാണ് ആക്ഷേപം. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ കോട്ടക്കടവ് കുറ്റിപ്പുഴ റോഡാണിത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഒരാഴ്ച മുമ്പ് റീടാറിംഗ് നടത്തിയത്. ടാറിംഗിനോടൊപ്പം ഓവുചാലിന്റെ നിർമ്മാണവും പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ടാറിംഗ് പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഓവുചാൽ നിർമ്മാണം എങ്ങുമെത്തിയില്ല. നമ്മുടെ ഈ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇപ്പോൾ കാന കയറിയിട്ടുണ്ട്. കാന കയറിയതിൽ വെള്ളം പോകാനുള്ള മാർഗമൊന്നുമില്ലാതെ അവർ ഇവിടെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ കാന കയറിയിരിക്കുന്നത്. അപ്പം മഴയത്താകുമ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് ഫണ്ടില്ല, അതിന് കാര്യങ്ങളില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചില ഭാഗങ്ങളിൽ പ്രവൃത്തി തുടങ്ങിയെങ്കിലും വെള്ളം ഒഴുകി പോകാത്ത വിധത്തിലാണ് നിർമ്മാണം. മഴക്കാലമായാൽ വെള്ളം കുത്തിയൊഴുകി റോഡ് തകരുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഈ കാന ഞങ്ങൾക്ക് ഇങ്ങനെ അവിടം വരെ ചെയ്തു തരണം. ഈ മലയ്ക്കുന്നുള്ള വെള്ളം മുഴുവനും റോഡിലോട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അത് ഈ കാന ഇവർ ഫുള്ളായിട്ട് തീർത്തു തരികയില്ല. പിന്നെ അപ്പുറത്ത് ടാറിങ് ചെയ്തോടത്ത് ഞങ്ങൾക്ക് അവിടെ കാന കീറിയിട്ട് വരണം. എൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ടാണ് ഭയങ്കര മലയ്ക്കുന്ന് ഭയങ്കര വെള്ളമാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ പുറകിലോട്ടാണ് ഈ വെള്ളം വരുന്നത്. റോഡരികിലെ വൈദ്യുതി തൂണുകൾ പോലും നീക്കം ചെയ്യാതെയാണ് ഓവുചാൽ നിർമ്മാണം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ശാസ്ത്രീയമായ രീതിയിൽ ഓവുചാൽ നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഓവർസിയറെ കൌൺസിലർ മർദ്ദിച്ചതായി പരാതി. നഗരസഭയിലെ വർഗീസ് എന്ന ജീവനക്കാരനെയാണ് വാർഡ് കൌൺസിലർ ഷമീർ മർദ്ദിച്ചുവെന്ന് ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് ജീവനക്കാർ പണിമുടക്കി. വീടിന് പെർമിറ്റ് നൽകാൻ വൈകിയെന്ന കാരണം കാട്ടിയാണ് മർദ്ദനമെന്നാണ് ആരോപണം. എന്നാൽ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചിട്ടില്ല എന്നും കാലതാമസം നേരിട്ടത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൌൺസിലർ വ്യക്തമാക്കി. ഷമീർ പനിക്കൽ കൌൺസിലർ ഒരു 11 മണിയോടുകൂടി 2 ബിൽഡിംഗ് പെർമിറ്റുകളിൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നഗരസഭയുടെ വാഹനം കേടായി കിടക്കാണ്, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് പറഞ്ഞു അതൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനമാക്കിയില്ല ഇയാൾ വിവരം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് ഞാൻ സ്വന്തം വാഹനം ഏർപ്പാട് ചെയ്ത് ഞാൻ ഈ സ്ഥലത്ത് ചെന്ന് ഇയാളുടെ വീട്ടിൽ ചെന്ന് ഈ സ്കറിയ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീട്ടിലാണ് ചെന്നത്. ആ വീടിന് നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട് അടഞ്ഞു കിടക്കാണ്. ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു പോന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്ന ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇദ്ദേഹം വീണ്ടും വന്ന് ചോദിച്ചു എന്തായി തീരുമാനമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീട് അടഞ്ഞു കിടക്കായിരുന്നു, അപ്പോൾ എനിക്കതിന് ആ ഫയലിൽ തീർപ്പാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ സമയത്ത് അദ്ദേഹം ആ വീട്ടുകാരെയും കൂടി ഒന്ന് അറിയിക്കായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടായേനെ, കാര്യങ്ങൾ നടത്താൻ പറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ടോടുകൂടിയാണ് അവിടെ ഉണ്ടായി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ചോദ്യം ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നാളുകളിലും പബ്ലിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ജനപ്രതിനിധികൾ എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. വിശപ്പരഹിത സന്ദേശമുയർത്തി ഭീമൻ കേക്ക് നിർമ്മിച്ച് കോവളം ഉദയ സമുദ്ര ഹോട്ടൽ ലോക റെക്കോർഡിലേക്ക്. പാഴാകുന്ന ഭക്ഷണത്തിൽ നിന്ന് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മിശ്ര ഡെസേർട്ട് തയ്യാറാക്കിയത്. 20 അടി നീളവും വീതിയുമുള്ള കേക്കിന് 1622 കിലോഗ്രാം ഭാരമുണ്ട്. ഹോട്ടലിലെ 11 ഷെഫുമാർ ചേർന്ന് 12 മണിക്കൂർ കൊണ്ടാണ് കേക്ക് തയ്യാറാക്കിയത്. സാൻഡ്വിച്ച്, കുക്കീസ്, പുഡിംഗ് തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനിടെ അധികം വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് കേക്ക് നിർമ്മിച്ചത്. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് നിർമ്മിച്ച കേക്കിൽ ഗ്രാമീണ ഭംഗിയും ടൗൺഷിപ്പും വനഭംഗിയും നദികളും കേക്കിൽ പ്രമേയമായി. കേക്ക് നിർമ്മാണത്തിനായി 50 കിലോ ചോക്ലേറ്റ്, 50 കിലോ നട്ട്സ്, 6000 മുട്ട, 400 ലിറ്റർ പാൽ, 100 കിലോ ഐസിംഗ് ക്രീം തുടങ്ങിയവയാണ് പ്രധാന ചേരുവകളായി ഉപയോഗിച്ചത്. ഉദയസമുദ്ര സിഇഒ രാജഗോപാൽ അയ്യരുടെയും സെബാസ്റ്റ്യൻ, ഹരിനായർ, ഫൈസൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 11 അംഗ ഷെഫുമാർ ഭീമൻ കേക്ക് നിർമ്മിച്ചത്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അംഗങ്ങൾ നേരിട്ടെത്തിയാണ് സാക്ഷ്യപത്രം നൽകിയത്. ഇനി ഈ റെക്കോർഡിനെ ഗിന്നസ് ബുക്കിലേക്ക് ശുപാർശ ചെയ്യും. ന്യൂസ് 18 കോവളം.
ചേന വിഭവങ്ങളുടെ പാചക മത്സരമൊരുക്കി കോഴിക്കോട് നെടിയിരിപ്പ് കൃഷിഭവൻ. ചേനയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനാണ് നെടിയിരിപ്പ് കൃഷിഭവൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചേന കൊണ്ട് കട്ട്ലറ്റ്, നൂഡിൽസ്, കേക്ക്, സാൻഡ്വിച്ച്, വിവിധതരം ഉപ്പേരികൾ, പായസം, അച്ചാർ തുടങ്ങി 50-ലേറെ വിഭവങ്ങൾ. നെടിയിരിപ്പ് കൃഷിഭവന് കീഴിലെ കർഷകരാണ് ചേന ഫെസ്റ്റ് നടത്തിയത്. ഭക്ഷ്യമേള, ചേന വിഭവങ്ങളുടെ മത്സരം, ചേന കൃഷി സെമിനാർ, ചേന വിത്ത് വിതരണം എന്നിവയും ഒരുക്കിയിരുന്നു. 18 പേർ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ ആബിദ മേലേപ്പറമ്പ് 1ാം സ്ഥാനം നേടി. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചേന ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതിൽ വീട്ടമ്മമാർ പലതരം ചേന വിഭവങ്ങൾ, ചേന കൊണ്ട് പല വിഭവങ്ങൾ, നോവലായിട്ടുള്ള വെറൈറ്റി ഉള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും അധികം വിഭവസമൃദ്ധം, ചേന കൊണ്ട് ഇത്രയും വിഭവസമൃദ്ധമായ സാധനങ്ങൾ ഉണ്ടാക്കുക, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായത്. കിഴങ്ങുവർഗ്ഗ കൃഷി വികസന പദ്ധതികളെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൈബൻ ന്യൂസിയും ശാസ്ത്രീയ ചേന കൃഷി രീതികളെക്കുറിച്ച് മുതുവല്ലൂർ കൃഷി ഓഫീസർ സൈഫൻ ന്യൂസിയും ക്ലാസ് എടുത്തു. ചേന വിത്ത് വിതരണം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KC ഷീബ നിർവഹിച്ചു. മത്സര വിജയികൾക്ക് വൈസ് ചെയർപേഴ്സൺ ആയിഷാബി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ 2 ആഴ്ചയായി തമിഴ്നാട് കൃഷ്ണപുരത്തും സമീപ പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശം വരുത്തിയ ചിന്നത്തമ്പി എന്ന ഒറ്റയാനെ പിടികൂടി. 3 ആഴ്ചകൾക്ക് മുൻപ് കോയമ്പത്തൂർ കണുവയിൽ ശല്യമായതിനെ തുടർന്ന് പിടികൂടി ടോപ്പ് സ്ലിപ്പ് വനത്തിലെത്തിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് ഉദുമൽപേട്ടയിലും സമീപ പ്രദേശങ്ങളിലും എത്തി വ്യാപക നാശനഷ്ടം വരുത്തിയതിനെ തുടർന്നാണ് വനംവകുപ്പ് വീണ്ടും ചിന്നത്തമ്പിയെ പിടികൂടിയത്. ജില്ലാ സ്റ്റേഡിയം വികസനത്തെ ചൊല്ലി പത്തനംതിട്ട നഗരസഭയിൽ തർക്കം രൂക്ഷം. 50 കോടി രൂപ ചെലവിട്ട സ്റ്റേഡിയം നവീകരിക്കാനുള്ള പദ്ധതി നഗരസഭ ഭരണസമിതി അട്ടിമറിക്കുന്നുവെന്നാണ് LDFന്റെ ആക്ഷേപം. എന്നാൽ വികസനത്തിന് എതിരല്ലെന്നും കരാറിലെ വ്യവസ്ഥകളോടാണ് വിയോജിപ്പുമെന്നാണ് UDFന്റെ നിലപാട്. കിഫ്ബി വഴി 50 കോടി രൂപ ചെലവിട്ട് പത്തനംതിട്ട സ്റ്റേഡിയം നവീകരിക്കാനാണ് LDF സർക്കാരിന്റെ പദ്ധതി. KK നായർ സ്മാരക ജില്ലാ സ്റ്റേഡിയം നഗരസഭയുടെ കയ്യിലാണ്. വികസന പദ്ധതി അംഗീകരിച്ചാൽ സ്റ്റേഡിയം കൈവിട്ടുപോകുമോ എന്നാണ് UDF ഭരിക്കുന്ന പത്തനംതിട്ട നഗരസഭയുടെ ആശങ്ക. സ്റ്റേഡിയം വികസനത്തിനുള്ള ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് പദ്ധതിയെ നഗരസഭ എതിർക്കുന്നത്. പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സ്റ്റേഡിയത്തിന്റെ പേര് നേരത്തെ തന്നെ KK നായർ ജില്ലാ സ്റ്റേഡിയം എന്ന് നഗരസഭ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ ധാരണാപത്രത്തിൽ MLA കൊണ്ടുവന്നുവെന്ന് പറയുന്ന ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ പേര് ബ്ലസ്സൻ ജോർജ് ജില്ലാ സ്റ്റേഡിയം പത്തനംതിട്ട എന്നാണ്. അത് മാറ്റണം എന്നുള്ളതാണ് നഗരസഭയുടെ ഒരാവശ്യം. വികസന പദ്ധതിക്ക് നഗരസഭ എതിരു നിൽക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാലാണ് എന്നാണ് പ്രതിപക്ഷമായ LDFന്റെ ആരോപണം. സുപ്രധാനമായ വികസന പദ്ധതിയെ എതിർക്കരുതെന്നും കായിക വികസനത്തിനായി സ്റ്റേഡിയം വിട്ടുനിൽക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഭരണസമിതി പൂർണ്ണമായും രാഷ്ട്രീയം കളിക്കുകയാണ്. ശ്രീമതി വീണ ജോർജ് MLA കൊണ്ടുവരുന്ന ഫണ്ട് ഇടതുപക്ഷത്തിൻ്റെ MLA ആയതുകൊണ്ട് ഇത് നടപ്പിലാക്കിയാൽ അതിന് കിട്ടുന്ന അംഗീകാരം ശ്രീമതി വീണ ജോർജ് MLAക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ആയതുകൊണ്ട് പൂർണ്ണമായ രാഷ്ട്രീയം കളിച്ച് വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ച് ഇതിനെ അട്ടിമറിക്കുന്ന സമീപനമാണ് UDFന്റെ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സ്റ്റേഡിയം വികസനത്തെ ചൊല്ലി രാഷ്ട്രീയ തർക്കം തുടരുകയാണ്. DYFഐയെ മുൻനിർത്തിയാണ് CPMന്റെ സമരം. സ്റ്റേഡിയം വികസനം വീണ ജോർജ് MLAയുടെ വികസന നേട്ടമായാണ് LDFന്റെ പ്രചരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തതോടെ വരും ദിവസങ്ങളിൽ സ്റ്റേഡിയം വികസനം പത്തനംതിട്ടയിൽ ചൂടേറിയ ചർച്ചയാവും. ശ്യാം ദേവരാജ്, ന്യൂസ് 18, പത്തനംതിട്ട. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്.